ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു ചെറിയ പ്രേതകഥ കേട്ടാലോ. രാത്രി 12 മണിയായിരുന്നു. കാടിനകത്തായി കടന്നു പോകുന്ന ബൈക്ക്. തിരക്കേറിയ വഴിയല്ല, ശൂന്യമായ കാട്. അവിടെ പോകുന്നത് അജയ് എന്ന യുവാവായിരുന്നു. ഒരുപാട് വൈകിയത് കൊണ്ടാണ് ഈ വഴി തിരഞ്ഞത്. പക്ഷേ അയാൾക്കറിയില്ലായിരുന്നു ആ കാടിൻ്റെ തിരച്ചീന ചരിത്രം. വഴിമധ്യേ ഒരാളാണ് ഇരിക്കുന്നതായി അജയ് കണ്ടത്. ശരിക്കും നടുക്കമുണ്ടായെങ്കിലും മടിച്ചീറ നോക്കിയപ്പോൾ ഒരു സ്ത്രീ. നീളമുള്ള വെളുത്ത വസ്ത്രം, മുഖം കാണാനാകില്ല. അയാൾ ബൈക്ക് നിർത്തി. അമ്മച്ചിയെ, എന്ത് കാര്യം എന്നയാൾ ചോദിച്ചു. അതിനുത്തരമൊന്നുമില്ലായിരുന്നു. അവൾ നോക്കി നിന്നു, നോട്ടം അവൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് പോലെ. ഇത് കണ്ട് അജയ് ഭയന്നു. ബൈക്ക് തിരിച്ചു കൊണ്ടു തുടങ്ങി. പിന്നിൽ നിന്നും ആ സ്ത്രീ നടന്നും തുടങ്ങി, അതേ വേഗത്തിൽ. പക്ഷെ ഓരോ നിമിഷം കഴിയുമ്പോഴും അവൾ അടുത്തു വരുന്നു. പിറകോട്ട് നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ചുവപ്പായി മാറിയിരിക്കുന്നു. ഒരു വെളിച്ചം കാട്ടിനുണ്ടായി. അവിടെ ഒരു പുരാതന ക്ഷേത്രം പോലെ കാണപ്പെടുന്ന സ്ഥലം. അജയ് അതിലേക്കാണ് ഓടിയത്. കല്ലിൽ എഴുതി കിടക്കുന്നത്, ഇവൾ നിന്നെ കാണും, നിന്റെ ആത്മാവ് അവളുടേത് തന്നെ എന്നായിരുന്നു. അയാൾ കുളിരുകൂട്ടി അകത്തു കയറി. ശാന്തി ഉണ്ടാകുമെന്ന് കരുതി. പക്ഷെ അവിടെ മഴവെള്ളത്തിൽ തളർന്നു കിടക്കുന്ന ഒരു ശവം. അത് നെഞ്ചൂഞ്ഞതുപോലെ കണ്ണു തുറക്കുന്നു. അവൾ നിന്നെ കണ്ടു. ഇനി ഒറ്റയ്ക്ക് തിരിച്ചു പോകാനാകില്ല. ഇനി നീയാണ് അവളുടെ അടുത്ത ഇര.